രക്ഷിക്കാൻ വേണ്ടി യോസേപ്പിനെ മിസ്രൈമിൽ അടിമയായിട്ട് അയച്ചെന്ന് പറഞ്ഞതുപോലെ ചില സമയത്ത് ദൈവം ഓരോരുത്തരെ അപ്പോയിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ ദൈവം ഓരോരുത്തരെ സെലക്ട് ചെയ്യും. വലിയൊരു നേഷൻ ദൈവത്തിന് വേണ്ടി ഒരു വലിയൊരു ജാതിയെ ഒരു സമുദായത്തെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം ഏബ്രഹാമിനെ കണ്ടു. വെള്ളപ്പൊക്കത്തിൽ നിന്നും ഈ രാജ്യത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ദൈവം നോക്കിയപ്പോൾ നോഹയെ ഈ പാപത്തിൽ കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകനായ യേശുക്രിസ്തുവിനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ ഹിസ്റ്ററി നടക്കുമ്പോഴും ഞാൻ അങ്ങനെയായിട്ട് എന്നെ കമ്പയർ ചെയ്യല്ല, കാലാകാലങ്ങളിൽ ദൈവം ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് ഓരോ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്തെന്നേ ഉള്ളൂ. അത് അതിൻ്റെ ഒരു ആയുധമായി തീർന്നു, അല്ലെങ്കിൽ ഒരു മീഡിയമായി തീർന്നെന്നല്ലാതെ എന്നെക്കാട് കഴിവുള്ളവരോ മിടുക്കരോ ഉണ്ട്. എങ്കിലും ദൈവം എന്നെ അത് സെലക്ട് ചെയ്തു. അത് ഞാൻ വളരെ സിൻസിയറായിട്ടും ഒരു വിശ്വാസിയും ഒരു ഓർഡൈൻ മിനിസ്റ്ററും ഒരു ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ ഒരു ഓർഡൈൻ മിനിസ്റ്റർ എന്നുള്ള രീതിയിലും വെച്ചിട്ട് ഞാൻ എല്ലാ രീതിയിലും ചെയ്യുമ്പോൾ അത് ചിന്തിച്ചേ ഓരോ കാര്യങ്ങൾ ചെയ്യാറ്. ഒരു മാർത്തോമ പുരാതന കുടുംബത്തിൽ ജനിച്ചു വരുന്ന മിസ്റ്റർ ടോമേ ഗ്രാവിന് പെന്തക്കോസ്തിലോട്ടുള്ള ആ വിശ്വാസത്തിലേക്ക് വരാനുള്ള പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആരും ഫോഴ്സ് ചെയ്തിട്ടോ ആരും എന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടോ അല്ല. ഞാൻ വചനം പഠിച്ചു, വചനം വായിച്ചു. കാര്യം ചിലർ ഹിന്ദു സമുദായത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്നവൻ ബ്രാഹ്മണനായി മുന്നോട്ട് പോകുന്നു, ഒരു ഈഴവരായി ജനിക്കുന്നവൻ ഈഴവരായി പോകുന്നു, നായരായിട്ട് പോകുന്നു, അതിൽ മർത്തമായി ജനിക്കുന്നവൻ മർത്തമയായിട്ട് പോകുന്നു. പക്ഷേ അത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ പാരമ്പര്യം പിതാക്കന്മാരുടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ദൈവം നമുക്കെല്ലാം കഴുത്തിന് മേളിലൊരു തല തന്നിട്ടുണ്ട് ചിന്തിക്കാൻ വേണ്ടി. ഇത് നമ്മൾ ചിന്തിക്കാനും പിന്നെ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റുവരുത്തില്ല. അത് ദൈവത്തിൻ്റെ വചനം മനുഷ്യർക്ക് വെളിപ്പെടുത്തി, പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി ദൈവം കാണിച്ചു കൊടുത്ത വചനമാണ്. അതിന് മായമില്ലാത്തതാണ്. അത് വചനം ഞാൻ പഠിക്കാൻ നിശ്ചയിച്ചു, വായിക്കും. എന്നും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് സമയം കിട്ടുമ്പോൾ വചനം വായിച്ച് പഠിച്ചപ്പോൾ യഥാർത്ഥമായി ഒന്നും എന്നെ മനസ്സിലാക്കിയത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ള ഒരു വലിയൊരു കാര്യം എന്നെ വളരെ ചിന്തിച്ചു കൊണ്ടിരുന്നു. മർത്തമായ അന്ന് പറഞ്ഞാലും മർത്തമായി എത്രയോ നല്ല മനുഷ്യരുണ്ട്, എത്രയോ സ്നാനപ്പെട്ടവർ പിന്നെയും മർത്തമായി നിൽക്കുന്നുണ്ട്. നമ്മുടെ യൂഹാനോൻ മർത്തോമ മെത്രാപ്പോലീത്ത മരിക്കുന്നതിന് മുമ്പ് കൊണ്ട് മർത്തോമായി സ്നാനപ്പെട്ട ആൾക്കാർ സഭ വിട്ടു പോകരുത്, മർത്തോമായി തന്നെ നിൽക്കാവുന്നതാണ്. പക്ഷേ എനിക്കൊരു പ്രമാണം എനിക്ക് ദൈവാത്മാവ് പ്രേരിപ്പിച്ചത്, നമ്മളൊരു ഡിസിഷൻ എടുത്തു, ഒരു പുതിയ ജീവനായി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ ജീവിക്കും. അതെ, പിന്നെയും പഴയതിലേക്ക് തിരിഞ്ഞു പോയതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ചിന്തിച്ച് അങ്ങനെ വിശ്വാസത്തോടും പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എനിക്ക് കാണിച്ചതെന്ന് അനുസരിച്ചാണ് 1981 ഞാൻ നാട്ടിൽ തന്നെ പോയി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സൈഡിൽ പോയി നാട്ടിൽ പോയി സ്നാനം വരും. നാട്ടിൽ തന്നെ പോയി സ്നാനം അല്ലെ തന്നെ ഉണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അനുസരിക്കുന്നുള്ള ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്. അതെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാനില്ല. അത് ഏറ്റവും നീതിയായിട്ടുള്ളൊരു കാര്യം തന്നെ. അത് സ്വന്തമായ ബോധ്യമായി വന്നതുകൊണ്ട് ആ അനുഗ്രഹങ്ങളാണ് ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ട്. ഒരിക്കലും അതിന് ദൈവത്തിന് നിങ്ങളെ കൈവിടാനൊക്കത്തില്ല. കാരണം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുകയും ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും നമ്മുടെ മേലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ നമ്മളെക്കാട്ടി എത്രയോ മിടുക്കന്മാരിവിടെ ഒരുപക്ഷേ അമേരിക്കക്കാണ് ബുദ്ധിമാന്മാർ. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശാസ്ത്രീയമായിട്ട്, സാമ്പത്തികമായിട്ട്, രാഷ്ട്രീയമായിട്ട്, മതപരമായിട്ട്, കലാപരമായിട്ട് ഏതെല്ലാം വേദികളുണ്ടോ ഇവരാണ് മുന്നിൽ. ഇവരെ ഒന്നും മാറി നിൽക്കുവാൻ, ഒരല്പം മുന്നോട്ട് നിൽക്കുവാൻ മറ്റാർക്കും പറ്റുന്നില്ല. നമ്മളന്നേരം അങ്ങനെ ഒരു രാജ്യത്ത് കൊണ്ടുവന്ന ദൈവം നമ്മളെ ഉയർത്തുക എന്ന് പറയുമ്പോൾ അതൊരു ദൈവനീതിയാണ്, അല്ലെങ്കിൽ അത് ദൈവത്താൽ വെളിപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെ, നമ്മുടെ വേദപുസ്തകപരമായിട്ട് പഠിച്ചു നോക്കുമ്പം ഇപ്പം തന്നെ പല മഹാന്മാരും ജാതിമത ഭേദമന്യേ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ചില പാരമ്പര്യത്തിൻ്റെ കെട്ടുപാട് കൊണ്ട് അവർക്കത് തുറന്ന് സമ്മതിക്കാത്ത രീതിയിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കുന്നോണേ വായിക്കുന്നോണേ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് എപ്പോഴും വേദപുസ്തകം വായിക്കുമായിരുന്നു. ഈ അഹിംസ എന്ന് പറഞ്ഞത് നോൺ വയലൻസ് തന്നെ പുള്ളി അത് ഏറ്റെടുക്കാൻ കാരണം വേദപുസ്തകം യേശുക്രിസ്തുവിൻ്റെ ഈ വചനം പഠിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളിത് പഠിച്ചു വരുന്നുണ്ടേ ദൈവം ഓരോരുത്തരെ ഓരോ സമയത്ത് ഇങ്ങനെ ആക്കി, ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ദൈവം ഓരോരുത്തരെ ഓരോ സമയത്ത് ഒരുക്കി. ഈ രാജ്യത്ത് വന്നിട്ട് തന്നെ ഇങ്ങനെ ഈ ഇലക്ഷൻ തന്നെ ആണെങ്കിലും അത് വളരെ ഒരുപാട് സമയം എടുക്കും. ഞാൻ എങ്ങനെ ആ ഇലക്ഷൻ ജയിച്ചത് പോലും അത് ദൈവത്തിൻ്റെ ആ വലിയൊരു അത്ഭുതമാണ്.
അല്ലാതെ എൻ്റെ കഴിവോ മിടുക്കോ ഒന്നും അല്ല. ഞാനൊരു മുമ്പേ പറഞ്ഞതുപോലെ ഒരു മീഡിയമായി കഴിഞ്ഞു. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. പക്ഷെ ദൈവം കണ്ടു ഈ രാജ്യത്ത് ഈ പ്രത്യേകിച്ച് ആഫ്റ്റർ 9/11 ഇവിടെ സെപ്റ്റംബർ 9/11 നടന്നില്ലേ, അത് നടന്നു കഴിഞ്ഞ ഉടനെ നമ്മുടെ ആൾക്കാർ, ഇന്ത്യക്കാരായ ആൾക്കാർ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു. ഇപ്പോൾ ഈ 9/11 മുമ്പ് വരെയും നമുക്ക് നമ്മുടേതായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഇങ്ങനെ ഈ ഇത് ഫോം ചെയ്യുന്നത്. അതെ, ഇവന് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ലൂസിയാനയിലെ ഗവർണറായിട്ടിരുന്ന ബോബി ജിൻഡാൽ പോലും ഞങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഞങ്ങൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഹീലി എന്ന് പറഞ്ഞ ഒരാൾ സൗത്ത് കരോളൈനയിൽ വന്നു. ഇതെല്ലാം ദൈവം എന്നെ ഇതിന് മുന്നടിയായിട്ട് നിർത്തി. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷേ ഞാൻ അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുന്നത്, ഒരു വെള്ളക്കാരനായ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ, ഈ ഭരണകർത്താവായിരിക്കുന്ന ഒരാൾ തെറ്റ് ചെയ്താൽ ആ വെള്ളക്കാരനാണ് എൻ്റെ പേരാ പോകുന്നത്. പക്ഷേ ഒരു ഇന്ത്യക്കാരനായിരിക്കുന്ന ഒരു മൈനോറിറ്റി ആയിരിക്കുന്ന ഞാൻ, മലയാളിയായിരിക്കുന്ന ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാമെങ്കിൽ എന്നെ അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്ത് എന്നെ പിടിക്കാൻ വേണ്ടി. അപ്പം ഞാൻ തെറ്റ് ചെയ്താൽ എന്നെയല്ല, എനിക്കെൻ്റെ പേരല്ല പോകുന്നത്, എല്ലാ ഇന്ത്യ ജനങ്ങളുടെയും അവർ പിടിച്ചുകൊണ്ട് വേണ്ട ഇന്ത്യക്കാരൻ ഇത് ചെയ്തു, ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് വന്ന കണ്ടോ അവൻ ചെയ്തത് എന്നുള്ള ഇത് വരും. അതുകൊണ്ട് ഞാൻ വളരെ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവം ചെയ്യുന്ന നമ്മളെക്കുറിച്ചും ബുദ്ധി തരാനും പ്രാർത്ഥിച്ച്, ദൈവം ഇതുവരെയും 7 വർഷം കഴിഞ്ഞു. 2004 ഇത് 7ാമത്തെ വർഷമാണ്. 7 വർഷമായിട്ട് ഇത് 4 പ്രാവശ്യം ഇലക്ഷനുകൾ, 4 പ്രാവശ്യം 7 വർഷത്തിനകം അവർ തന്നെ എലക്ട് ചെയ്ത് നമ്മളെ ജയിപ്പിച്ചു. അതെ, അത് തന്നെ ഒരു വലിയ ദൈവത്തിൻ്റെ നീതി അതിനകത്ത് വളരെയധികം നമുക്ക് നേരിട്ട് കാണാവുന്ന സംഗതിയാണ്. നമ്മളെ കാട്ടിൽ എത്രയോ വെള്ളക്കാരെന്നൊക്കെ എന്ന് പറയുമ്പം ചില ഭാഗങ്ങളിൽ അവർക്ക് മറ്റു ആൾക്കാർ വരുന്നത് താല്പര്യമില്ലാത്ത വെള്ളക്കാർ പോലും ഉണ്ട്. എന്നാൽ പൊതുവെ വെള്ളക്കാരുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ അവർ വളരെ കോപ്പറേറ്റീവോ, എങ്ങനെയാണ് ഒഫീഷ്യലായിട്ടുള്ള അവരുടെ രീതികൾ, നമ്മളുടെ സമീപനങ്ങളൊക്കെ. ഒരുപാട് പ്രശ്നങ്ങൾ അതുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും പ്രതിയോഗി അലറുന്ന സിംഹം പോലും നമുക്കെതിരായി വരും, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ. പക്ഷേ നമുക്ക് വേണ്ടി ബാറ്റിൽ ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. നമ്മളെ വിളിച്ച ദൈവം വഴിവെച്ച് നമ്മളെ വിടത്തില്ല. ദൈവം എപ്പോഴും അത് വിശ്വസിച്ച് മനുഷ്യൻ മനസ്സിലാക്കിയാൽ, ഇത്ര വലിയ ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുമ്പോൾ ചിലരൊക്കെ ചില പ്രശ്നത്തിൽ കൂടെയും പ്രയാസം കൂടെയും അതൊക്കെ വരും. എങ്കിലും ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കൊരു നന്മയ്ക്കും കുറവ് വരികയില്ല. വേദപുസ്തകം പറയുന്ന ഇതാണ്, വചനത്തിൽ പറയുന്നു, ഞാൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് സാധിച്ചു. എൻ്റെ ആഗ്രഹമായിരുന്നു 9/11 കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ല. നമ്മുടെ ജനറേഷൻ ഒരുപാട് ബിസിനസ്സുകാരെ, കുടുംബങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചു. ഇവിടുത്തെ പോലീസും ഇവിടുത്തെ പബ്ലിക്കും അവരെ ഒരുപാട് ഹരാസ് ചെയ്യുകയും, നീ ഒബാമ ആണ് തിരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളും എല്ലാം വന്നപ്പം ഇവരെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഹെൽപ്പിന് വേണ്ടി ചെന്നിട്ട് ആരുമില്ല സഹായിക്കാൻ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഇനിയിപ്പോൾ ആരും ഇന്ത്യക്കാർ വളരെ സക്സസ്ഫുള്ളാണ് ഇവിടെ. എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സ് എല്ലാ പ്രൊഫഷനും ഉണ്ട്. ഭൗതികമായി ദൈവം അവരെ അനുഗ്രഹിച്ചു. പക്ഷേ അവർക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാനോ അവരുടെ തലമുറയ്ക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാനോ ആരുമില്ല, ആരും മുന്നോട്ടെത്തിയില്ല. അത് ഈസി അല്ല. അതിനുവേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തു ആദ്യമായി. അങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത കൂട്ടത്തിൽ ഇങ്ങനെ നിങ്ങൾ ഡിഫൻസ്, എയർപോർട്ട് ഡിഫൻസിൻ്റെ ഒരു ടീമിൻ്റെ കൂടെ ഉള്ളൊരു ഫോട്ടോ ദർശിക്കുകയുണ്ടായി. അത് ഏത് വർഷമാണ്? അത് അവിടെ അത് 2000 ഞാൻ ആദ്യം തൊട്ട് ഇവിടെ അമേരിക്കയിൽ വന്നപ്പോൾ തൊട്ട് ഇവിടെ രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞിടെ ഈ ഇറാഖ് വാർ യുദ്ധത്തിലും ഇറാഖിലെ ഈ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ പ്രശ്നം വന്നപ്പോഴും 9/11 വന്ന സമയത്തും ഇവിടെ ഈ രാജ്യത്തെ വളരെ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് ഞാൻ ഇവിടുത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പല രീതിയിലും പല ഇഷ്യൂവിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതിലോട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ അതെനിക്ക് റേഡിയോ TV കൂടെ ഒന്നും ഡിസ്കസ് ചെയ്യാനൊക്കത്തില്ല. എങ്കിലും ഈ പൊസിഷൻ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു എലക്റ്റഡ് ഒഫീഷ്യൽസ് എന്നുള്ള നിലയിൽ എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ, എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഓഫ് മൈ സിറ്റിസൺസ്. ഈ ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നതും ഇത് സിറ്റിയുടെ അണ്ടറിൽ തന്നെ വരുന്ന അല്ല, ഇത് ഫെഡറൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ്. അത് ഓരോ ഡിവിഷൻ ഉണ്ട്, ഓരോ സ്റ്റേറ്റിനും സിറ്റിക്ക് ഇങ്ങനെ റീജിയൻ ഉണ്ട്. അതിൻ്റെ ഡയറക്ടർ റൂളിംഗ് ഫെഡറൽ ഗവൺമെൻറ് ആയിരിക്കും. അതെ, ഫെഡറൽ ഗവൺമെൻറ് ആണ് അൾട്ടിമേറ്റ് ഇത് വരുന്നത്. അതെ, നമ്മളതിനെ വേണ്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അല്ല, അതെ, ഹോംലാൻഡ് സെക്രട്ടറി ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോ പൊസിഷനും ലിങ്കായിട്ട് പോകും. അപ്പം ഞങ്ങളുടെ ഈ റീജിയൻ്റെ
സെക്യൂരിറ്റി എന്ന് പറയുന്നത്. എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പം ഡസൻ മാറ്റർ